നമസ്കാരം. ഏറ്റവും ആശങ്കയോടെയാണ് പ്രവാസികളുടെ കാര്യം ഉയർത്തിക്കാട്ടപ്പെടുന്നത്. പ്രവാസികൾക്ക് എല്ലാ സജ്ജീകരണവും കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കേന്ദ്രത്തിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാട്ടിലേക്ക് വരുന്ന കാര്യത്തിൽ പ്രവാസികൾ കാത്തിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രവാസികൾ എന്തായാലും ഈ വിഷയത്തിൽ കാത്തിരുന്നേ മതിയാവും. നാട്ടിലേക്ക് വരുന്നവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരാണ് എന്നും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. 2 ലക്ഷം പേരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള സംവിധാനം സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പേർ തിരിച്ചെത്തിയാലും അവരെയെല്ലാം സ്വീകരിക്കാനും സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതി സംസ്ഥാനം തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം ഏർപ്പെടുത്തിയാൽ പ്രായം ചെന്നവർ, ഗർഭിണികൾ, COVID-19 ഒഴികെയുള്ള മറ്റു രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ എന്നിവർക്ക് മുൻഗണന നൽകേണ്ടി വരും. പൊതുഗതാഗത സംവിധാനത്തെ തൽക്കാലം പ്രവർത്തിപ്പിക്കില്ല. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. വാഹന പരിശോധന തീവ്രമാക്കും. അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ലോക്ക്ഡൌണിൽ കഴിയുന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പ്ലാസ്മ തെറാപ്പി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളിലും കേരളം മുന്നിലാണ്. നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ദ്രജാലം കൊണ്ടല്ല, ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമാണ് അത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പഴുതടച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇന്ത്യയിലെ രോഗികളുടെ എണ്ണത്തിൽ ആദ്യഘട്ടത്തിൽ ഒന്നാമതായിരുന്നു കേരളം കോവിഡിൻ്റെ നാട് എന്ന് പറഞ്ഞാണ് അയൽ സംസ്ഥാനം റോഡ് മണ്ണിട്ട് മൂടിയത്. ഫെബ്രുവരി 1 സംസ്ഥാന നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നവർ 1471 പേരായിരുന്നു. മാർച്ച് 26 ആയപ്പോൾ അത് 1 ലക്ഷം കവിഞ്ഞു. ഇത് ഏപ്രിൽ 4 ആകുമ്പോൾ 17,1355 വരെ എത്തി നിൽക്കുകയാണ്. ഏപ്രിൽ 4 പുതുതായി ആശുപത്രികൾ പ്രവേശിപ്പിച്ചത് 174 പേരാണ്. അന്ന് ആശുപത്രിയിൽ 734 പേരുണ്ടായിരുന്നു. ആശുപത്രികളിൽ കിടക്കുന്നവരുടെ എണ്ണം ഏപ്രിൽ 11 814 ഉയർന്നിരുന്നു. അന്ന് ആശുപത്രികൾ എത്തിയത് 124 പേരാണ്. കൈവിട്ടു പോകും എന്ന് കരുതിയ അവസ്ഥ ഒരു ഘട്ടത്തിൽ ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരു രോഗി 23 പേർക്കാണ് രോഗം പകർന്നത്. അവരിൽ നിന്ന് 12 പേർക്കും രോഗം പകരുകയുണ്ടായി. ഓരോ രോഗിയെയും കണ്ടെത്തുകയും അതനുസരിച്ച് വഴികളിലൂടെ ചെന്ന് രോഗം പകരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി ഐസൊലേഷനിലാക്കി. അങ്ങനെ ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനുമുള്ള വക വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് അക്കാര്യം വ്യക്തമാക്കിയത്. 6 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. ഇതിൽ 5 പേർ വിദേശത്തു നിന്നെത്തിയവരാണ്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകരുകയായിരുന്നു. ഇന്ന് 21 പേരുടെ ഫലം നെഗറ്റീവായി. കാസർഗോഡ് 19, ആലപ്പുഴ 2. ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 408 ആയി. 114 പേർ ചികിത്സയിലുണ്ട്. 46,323 പേർ നിരീക്ഷണത്തിലുണ്ട്. 45,925 പേർ വീടുകളിലും 398 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. ഇന്ന് 64 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 19,756 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 19,074 എണ്ണത്തിൽ രോഗബാധ ഇല്ല എന്ന് കണ്ടെത്തി. ആശുപത്രികളിൽ ക്വാറന്റൈനിലുള്ള മുഴുവൻ പേരെയും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇക്കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ കരുതലെടുക്കുമ്പോഴും പ്രവാസികളുടെ കാര്യത്തിലും വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് വരുന്നവർക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ക്വാറന്റൈൻ അത്യാന്താപേക്ഷിതമാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം സംസ്ഥാനം പൂർണ്ണമായും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.